നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് വിരമനൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറിയും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. 2 ശരീരഭാഗങ്ങൾ ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തി. സൂചിപ്പാറയിലെ തിരച്ചിലാണ് കാലും തലയും കണ്ടെത്തിയത്. ചാലിയാർ തീരത്തും തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെയും തിരച്ചിൽ തുടരും. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഇന്നത്തെ തിരച്ചിലിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 15ാം ദിനമാണിന്ന്. ദുരന്തം എത്തി ആദ്യം രക്ഷാപ്രവർത്തനം, അത് കഴിഞ്ഞ് മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നും വിപുലമായ രീതിയിൽ തെരച്ചിൽ നടന്നു. 7 സോണുകൾ തിരിച്ചുകൊണ്ട് 7 സെക്ടറുകളാണ് തെരച്ചിൽ നടന്നത്. അതിൽ കൂടുതലും ഈ ഗൂഗിൾ മാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ പോയിന്റ് വൈസുള്ള തെരച്ചിലാണ് നടന്നത്. പക്ഷേ ആകെ 3 ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടുകിട്ടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ DNA ടെസ്റ്റ് നടത്താനുള്ള മാപ്പിംഗ്, അത് കൃത്യമായി മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 90ഓളം ഫലങ്ങൾ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ട് ഈ ശരീരഭാഗങ്ങളുടെ സാമ്പിൾ വെച്ചുകൊണ്ട് ആരുടെ ബന്ധുക്കളാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ, പ്രത്യേകിച്ചും കാണാതായത് കുറേ പേരുണ്ട്, ആ മിസ്സിംഗ് ആയ ആൾക്കാരുടെ ശരീരഭാഗമാണോ കിട്ടിയത് എന്നുള്ള നിലയിലുള്ള ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നാളത്തോടുകൂടി ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും തിരച്ചിൽ 15ാം ദിവസമായിരിക്കുന്നു. ഇനി തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സർക്കാർ തലത്തിലുള്ള ഒരു ആലോചനയിലാണ് തീരുമാനിക്കുക. പൊതുവിൽ ഈ സേനാ വിഭാഗങ്ങളിലെല്ലാം പരമാവധി ചെയ്യാനുള്ളത് ചെയ്തു എന്നുള്ള അഭിപ്രായമാണുള്ളത്. പക്ഷേ എന്നാൽ മന്ത്രിസഭാ ഉപസമിതി ഇന്നും യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. തെരച്ചിൽ തുടരുക എന്നുള്ളതാണ് ADGP ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നും ADGP MR അജിത് കുമാർ തെരച്ചിൽ തുടരും എന്നുള്ളതാണ്. പക്ഷേ ഈ രീതിയിൽ ഇപ്പോഴുള്ളതുപോലെയുള്ള തെരച്ചിലായിരിക്കില്ല. ചില ഏരിയകളിൽ മാത്രം, പ്രത്യേകിച്ചും ഈ ചാലിയാറിൻ്റെ ഇരുകരകളും കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് തുടരാൻ സാധ്യതയുള്ളത്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. മരിച്ചവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അലക്സ്, എന്താണ് കേരള ബാങ്ക് എടുത്തിരിക്കുന്ന തീരുമാനം? ഉന്മേഷ, വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഫിനാൻസുകളൊക്കെ മാതൃകാപരമായ ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ അവരെ വായ്പകൾക്ക് വേണ്ടിയോ EMIക്ക് വേണ്ടിയോ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്, ഈ ദുരന്തത്തെ അതിജീവിച്ചവരെ ബുദ്ധിമുട്ടിക്കരുത്, വേദനിപ്പിക്കരുതെന്ന് സർക്കാർ തന്നെ അത്തരത്തിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് കേരള ബാങ്ക് മാതൃകാപരമായ ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഒപ്പം ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നു എന്നാണ് ബാങ്ക് ഭരണസമിതി അറിയിച്ചിട്ടുള്ളത്. ബാങ്ക് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നാണ് സുപ്രധാനമായ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകിയിട്ടുണ്ട്. കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു ബാങ്കുകൾക്ക്, ധനകാര്യ സ്ഥാപനങ്ങൾക്ക്, ഫിനാൻസുകാർക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു ഇടപെടലാണ് കേരള ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽപ്പെട്ട ചിലരെയെങ്കിലും, അത് അതിജീവിച്ച ചിലരെയെങ്കിലും EMIക്കും ലോണിനും വേണ്ടി ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിളി വന്നു എന്ന പരാതികൾ നിലനിൽക്കുകയാണ് ഈ സുപ്രധാനമായ തീരുമാനം. കേരള ബാങ്ക് എന്താണെങ്കിലും ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി മാതൃക കാണിച്ചിട്ടുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തകർക്കും എന്നായിരുന്നു ഭീഷണി. ഷഫീദ് റാവുത്തർ ചേരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. മന്ത്രി MB രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ കോമ്പൗണ്ട് പരിസരത്ത് നിന്ന് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു മാധ്യമപ്രവർത്തകർ. അപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജീവനക്കാർ പരസ്പരം തമ്മിൽ തല്ലുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരടക്കമാണ് കയ്യേറ്റം ചെയ്തത്. ഈ മീഡിയ വൺ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരെ പ്രധാനമായും കയ്യേറ്റ ശ്രമം ഉണ്ടായി. തുടർന്ന് മറ്റ് മാധ്യമപ്രവർത്തകരും ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും കൈവെക്കുമെന്നും ഉദ്യോഗസ്ഥൻ ഭീഷണി മുഴക്കുന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് ഈ സംഘടനാ പ്രതിനിധികളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാരെത്തിയിട്ടാണ് ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും DK ശിവകുമാർ പറഞ്ഞു. See, we have done our best. You know, our parliament member also came. Your local, our parliament member, our friend also had come there. They know the problem. It is a very dangerous place.
We wanted to protect, we wanted to this one. So even the military or even the even Raghavan had a meeting with a lot of our officials also. We are trying to trace it. There is 1 kilometer of water. You should know that the river of water. It has just washed away. It is very difficult, but still we have hopes that we are continuing with our efforts. അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തിരച്ചിൽ തുടരുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. സംസ്ഥാന സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. റവന്യൂ മിനിസ്റ്റർ എനിക്ക് അയച്ച കത്തിൽ വി വിൽ കണ്ടിന്യൂ ദി എഫേർട്സ് വെൻ ദി അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ ടൈം ഈസ് എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരെ അവിശ്വസിക്കേണ്ട, എന്നാൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉത്കണ്ഠക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് ചെയ്യാനുള്ളത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ തിരച്ചിൽ തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ അത് ഏത് രൂപത്തിൽ, എങ്ങനെ, എപ്പോൾ എന്ന് അറിയിക്കുന്നുണ്ടോ അരുൺ? ഉന്മേഷ്, അതിൽ നിലവിൽ ഒരു വ്യക്തതയും ഇല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കുമ്പോൾ, എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമോ കർണാടക സർക്കാരോ നിലവിൽ വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും അവിടുത്തെ പ്രതിസന്ധിയെ സംബന്ധിച്ച്, അതായത് ഈ ഗംഗാവലി പുഴയിലെ ഈ അടിയൊഴുക്ക് കുറയാതെ അത് തിരച്ചിൽ നടത്താനാവില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ ഈ ജില്ലാ ഭരണകൂടം ആ കാര്യം വ്യക്തമാക്കിയതാണ്. നിലവിൽ 5 നോട്ട്സിന് മുകളിലാണ് ഈ അടിയൊഴുക്കുള്ളത്. അതൊരു 3 നോട്ട്സിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനക്ക് തിരച്ചിൽ നടത്താനാവൂ. അവർ ഔദ്യോഗികമായി അത് അറിയിച്ചിട്ടുണ്ട്. അതിന് ഈ 2 നോട്ട്സോളം കുറയണം പുഴയിലെ അടിയൊഴുക്ക്. ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിക്കുന്നത് നാളെ വീണ്ടും പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കും. അങ്ങനെ ഈ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായി നമുക്ക് നിലവിൽ വിവരമില്ല, അല്ലെങ്കിൽ അത്തരമൊരു വിവരം അവർ പങ്കുവെക്കുന്നുമില്ല. കർണാടക സർക്കാരിന് മേൽ ഇതിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ബംഗളൂരുവിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയെയും നേരിൽ കണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ദിവസമാണ്. പുഴയിലെ തിരച്ചിലിൽ അടിയൊഴുക്ക് കുറഞ്ഞാൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടാകും. ശരി അരുൺ. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയെ ബാധിച്ചില്ല. ഇന്നത്തെ വ്യാപാരം അവസാനിച്ചപ്പോൾ ഓഹരി സൂചികകളിൽ കാര്യമായ ചലനമുണ്ടായില്ല. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ 7 കമ്പനികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എങ്ങനെയാണ് ഇന്ന് ഓഹരി വിപണി ഇത് ബാധിച്ചത്? ശ്രീനാഥ്, ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപക്ഷെ വിപണിയിൽ അത് കാര്യമായ ചലനം ഉണ്ടാക്കിയേക്കും എന്നതായിരുന്നു ഇന്നലെ അടക്കമുണ്ടായിരുന്ന വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷെ ഇന്നിപ്പോൾ വിപണിയിലെ നടപടികൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു ചലനം ആ റിപ്പോർട്ട് ഉണ്ടാക്കിയില്ല എന്നതാണ് വ്യക്തമാവുന്നത്. ഏതാണ്ട് ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഓഹരി സൂചികകൾ കാണുന്നത്. ഒരു നേരിയ നഷ്ടമുണ്ടെങ്കിലും അത് അത്രത്തോളം കാര്യമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അതേസമയം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നഷ്ടങ്ങളുടെ ദിനമാണ്. അദാനിയുടെ 7 കമ്പനികൾ നഷ്ടം രേഖപ്പെടുത്തി. അതിൽ അദാനി ടോട്ടൽ ഗ്യാസും അദാനി വിൽമറും ഏതാണ്ട് 4% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിപണിയെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വലിയ കാര്യമായ ഒരു ചലനം ഉണ്ടായില്ലെങ്കിൽ പോലും അദാനി ഗ്രൂപ്പിന്റെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം SBI അടക്കമുള്ള ചില ഓഹരികളും വലിയ നഷ്ടം നേരിട്ട ഒരു ദിനമാണ് ഇന്നത്തേത്. ശരി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വ്യാജ കാഫിർ പ്രയോഗ സ്ക്രീൻഷോട്ടിൽ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസ് സാവകാശം തേടി. ഈ മാസം 21 വരെയാണ് പോലീസ് സമയം തേടിയത്. ഹർജി ഹൈക്കോടതി 21 പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ നേരത്തെ ആരോപണ വിധേയനായ ഖാസിം അദ്ദേഹം ആണ് ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ നേരത്തെ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇന്ന് പോലീസ് ഈ കേസ് ഡയറി ഹാജരാക്കിയില്ല. നേരെ മറിച്ച് കൂടുതൽ സമയം തങ്ങൾക്ക് ഇതിനായി വേണം എന്നാവശ്യപ്പെട്ടു. 21-ാം തീയതി വരെയെങ്കിലും സമയം വേണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം. എന്തായാലും പോലീസ് ഈ കേസിന് ആവശ്യപ്പെട്ട പ്രകാരം ഹൈക്കോടതി 21 വരെ സമയം നൽകിയിട്ടുണ്ട്. ഈ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ മറ്റ് ചില ആളുകളാണെന്നും
പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്കെതിരായി പ്രതികാര നടപടി, രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്ന തരത്തിൽ നടപടി ഉണ്ടായി എന്നുമാണ് ഖാസിം ആരോപിച്ചിരുന്നത്. 21-ന് കേസെടുക്കും. ഇപ്പോൾ ഒരു വാർത്ത വി ജയശങ്കർ അറിയിക്കുന്നുണ്ട്. പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ, റാന്നി മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയെന്ന് വി ജയശങ്കർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാൽ ഇന്ത്യയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തു എങ്കിലും പിന്നീട് വിട്ടയച്ചു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, അടുത്ത ദിവസം ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണല്ലോ അഭിജിത്ത്. ഉന്മേഷ കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ പി ഗോപാൽ ഇന്ന് പുലർച്ചെയോടെയാണ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇയാളെ വിട്ടയച്ചത്. ഈ മാസം 14-ന്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. രാഹുലിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തായിരുന്ന പ്രതി നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഏതായാലും ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ട ഒരു കേസാണ്. ഈ കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായാണ് ഒന്നാം പ്രതിയായ രാഹുൽ പി ഗോപാൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നേരത്തെ ഈ നവവധുവിന് ഭർത്തൃവീട്ടിൽ വെച്ച് ക്രൂരപീഡനമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ ഒരു കേസിലേക്ക് നയിച്ചത്. പിന്നീട് ഇതിൽ ഒന്നാം പ്രതിയാക്കി ഭർത്താവായ രാഹുലിനെ ഒന്നാം പ്രതിയാക്കി പന്തീരങ്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കിപ്പുറമാണ് ഇതൊരു മൊഴി മാറ്റുന്നതിലേക്കടക്കം ഈ പരാതിക്കാരി സംഭവവികാസങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഏതായാലും രാഹുൽ പി ഗോപാൽ ഇന്ത്യ തിരിച്ചെത്തിയിരിക്കുന്നു. അഭിജിത്ത് മുഴക്കൊന്നാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചെറുതുരുത്തിയിൽ കോഴി ഫാമിന്റെ മറവിൽ വൻ ലഹരി കച്ചവടം. ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ നിന്നും സൂരജ് സജി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, ഏറെ നാളുകളായി ഇത്തരത്തിലായിരുന്നു ഈ പ്രവർത്തനം എന്നാണോ ഇവരുടെ? തീർച്ചയായും ഉന്മേഷ്, അത് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പള്ളിക്കലിൽ പ്രവർത്തിച്ചിരുന്ന കോഴിഫാമിലെത്തി പരിശോധന നടത്തുന്നത്. ആ സമയത്ത് ഇവിടെ നിന്ന് ഒരു ലോറിയിൽ ലോഡ് കയറി പോകാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ ലോറിയിൽ അടുക്കി വെച്ചിരുന്ന ചാക്കിലടക്കം ഈ ഹാൻഡ്സ് അടക്കമുള്ള പുകയില ലഹരി വസ്തുക്കളായിരുന്നു എന്നുള്ളതാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ കോഴിഫാമിന്റെ വിവിധ മേഖലകളിൽ പോലീസ് തിരച്ചിൽ നടത്തി. അവിടെയെല്ലാം ഈ ചാക്കിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്ന. ഹാൻഡ്സ് അടക്കമുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ലക്ഷക്കണക്കിന് വില ഈ മാർക്കറ്റിൽ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചാത്തന്നൂർ സ്വദേശിയായ അമീൻ, അതുപോലെ തന്നെ പട്ടാമ്പി കൂട്ടുപാത സ്വദേശിയായിട്ടുള്ള ഹുസൈൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ അധികം വൈകാതെ കോടതിയിൽ ഹാജരാക്കും. സൂരജ് സജി തൃശൂരിൽ നിന്ന്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 15-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിലായി. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി ശരത്, ഭാര്യ നന്ദ എന്നിവരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഇപ്പോൾ ഹരികൃഷ്ണൻ, വിവരങ്ങൾ. ആറ്റിങ്ങൽ മുതാക്കൽ കൊഴുകമുക്ക് സ്വദേശിയായ 15-കാരിയാണ് കഴിഞ്ഞ വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 15-കാരിയായ ഈ 2021-22 കാലഘട്ടത്തിൽ നിരന്തരമായി വീട്ടിനുള്ളിൽ ദമ്പതികൾ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് കേസ്. ഇതിൽ ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശിയായ ശരത്, ഭാര്യ നന്ദ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയായ ശരത് ഭാര്യയെ ഉപയോഗിച്ച് ഈ സുഹൃത്തായ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഡിവൈഎഫ്ഐയുടെ വയനാട് സഹായ തട്ടുകടയ്ക്കെതിരെ പോലീസിൽ പരാതി. കൊച്ചി കോർപ്പറേഷനിലെ BJP കൗൺസിലർ പത്മജ എസ് മേനോനാണ് പരാതി നൽകിയത്. ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലുമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ DYFIക്കാരാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ലൈസൻസും ഒന്നിനും ആവശ്യമില്ല, ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. നമ്മൾ അത് പറഞ്ഞാൽ പറ്റില്ല. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വയനാട്ടിലേക്കുള്ള തട്ടുകട എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് വേണ്ട ഒരു കാര്യമാണ്. ആർക്കും എവിടെയും കൊണ്ടുവന്ന് വെച്ച് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഇത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഇതിന് ലൈസൻസ് ഇല്ലാണ്ട് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയുടെ ഡയറക്റ്റീവ് ഉണ്ട്. ഹൈക്കോടതി മുതൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വെൻഡിങ് പാടില്ല എന്ന്. മേയറിനെ പല പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു, മേയർ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന സ്ഥലം കണ്ടു. അവരും പ്രത്യേകിച്ച് എല്ലാവർക്കും പേടിയാണ്. പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ താഴെയുള്ള ഈ ഗുണ്ടാ പോലീസുകാരെ നേരിടാനായിട്ട് പേടിയാണ്. അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ. അശ്വിൻ, എന്താണ് കൗൺസിലറുടെ പരാതി? അശ്വിൻ,
ഉന്മേഷ്, അല്പസമയം മുമ്പാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ BJP കൗൺസിലർ പത്മജ എസ് മേനോൻ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധം ഈ പത്മജ എസ് മേനോൻ ഡിവൈഎഫ്ഐയുടെ ജനകീയ തട്ടുകടയ്ക്ക് മുന്നിൽ നടത്തിയിരുന്നു. അത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്, നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ളതായിരുന്നു പ്രധാന ആരോപണം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ നിയമപരമായി തന്നെ മുന്നോട്ട് ഈ തട്ടുകട അടപ്പിക്കാനുള്ള നടപടികളുമായി BJP കൗൺസിലർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വയനാട്ടിലെ നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട നിരവധി ആളുകൾക്ക് വീട് പണിതു നൽകാൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ തട്ടുകടകൾ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിനുവേണ്ടി നൽകുന്നത്. നിലവിൽ അത് തുടരുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഇന്നിപ്പോൾ ഏലൂരടക്കമുള്ള കൂടുതലിടങ്ങളിലേക്ക് BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് തട്ടുകടകൾ വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇവരോട് നിലവിൽ പ്രതികരിക്കാനില്ല, BJPയുടെ ഇടപെടലുകളിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. നിലവിൽ ആരോഗ്യ വിഭാഗത്തിനടക്കം പത്മജ എസ് മേനോൻ പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടെ പരിശോധന നടത്തണം എന്നുള്ളതാണ് BJP കൗൺസിലറുടെ ആവശ്യം. എന്തായാലും പരാതിയിൽ ഇപ്പോൾ പോലീസ് നിലവിൽ കേസെടുത്തിട്ടില്ല. കേസെടുക്കുന്നതുവരെ പ്രതിഷേധം മുന്നോട്ട് പോകും എന്നുള്ളതാണ് പത്മജ എസ് മേനോൻ പറയുന്നത്. പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സമീർ ബിൻ കരീം ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. മലപ്പുറം കീഴ്ശ്ശേരി ആൾക്കൂട്ട കൊലപാതക കേസിന്റെ വിചാരണക്കിടെ ഇപ്പോൾ കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും. പെരുവണ്ണാമൂഴി സ്വദേശി അശ്വന്തിനെയാണ് കൊയിലാണ്ടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, വിശദാംശങ്ങൾ. ഉന്മേഷ്, 2020 ഈ സംഭവം നടക്കുന്നത്. പ്രതി അയാളുടെ വീട്ടിൽ വെച്ച് കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി പിന്നീട് തന്റെ സഹോദരങ്ങളെ വിവരം അറിയിച്ചു. തുടർന്നാണ് ചൈൽഡ് ലൈനിൽ ഈ സംഭവം അറിയുന്നത്. ഇതിനു പിന്നാലെ തൊട്ടിൽപ്പാലം പോലീസ് ഇയാൾക്കെതിരെ, അതായത് അശ്വന്ത് എന്നയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ അതിന്റെ വിധിയാണ് വന്നിരിക്കുന്നത്. കൊയിലാണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി 5 വർഷത്തെ കഠിന തടവിനാണ് അശ്വന്തിനെ ശിക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം 20,000 രൂപ പിഴയടക്കാനും വിധിച്ചിട്ടുണ്ട്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കീഴ്ശ്ശേരി ആൾക്കൂട്ട കൊലപാതക കേസിൽ തുടരന്വേഷണം നടത്താൻ പോലീസിന് കോടതിയുടെ അനുമതി. ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിയാണ് ആൾക്കൂട്ടമർദ്ദനത്തിൽ മരിച്ചത്. വിചാരണയുടെ ആദ്യ ദിവസം തന്നെ 7 സാക്ഷികൾ കൂറുമാറിയിരുന്നു. സമീർ ബിൻ കരീമുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ സമീർ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഉന്മേഷ്, 2023 മെയ് മാസം 13-ാം തീയതിയാണ് ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചി കീഴ്ശ്ശേരി വെച്ച് ആൾക്കൂട്ട ആക്രമണത്തിൽ ഇരയാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇതിനെ തുടർന്ന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി TJ വർഗീസിന് മുമ്പേ നടന്നു വന്നിരുന്ന വിചാരണ നടപടികളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് കൂടുതൽ വെളിവാകുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നും ഇലക്ട്രോണിക് തെളിവുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും പോലീസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കോടതി തുടരന്വേഷണത്തിനായി പ്രഖ്യാപനം നടത്തുകയും അതിന് പോലീസിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.